എല്ലാവർക്കും നമസ്കാരം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2025 ജൂലൈ വിജ്ഞാനപ്രകാരമുള്ള വകുപ്പുതല പരീക്ഷകൾക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. 2025 ഓഗസ്റ്റ് 6 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾ, എങ്ങനെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം, പേപ്പറുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം, ഫീസ് അടയ്ക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ തീർക്കാവുന്നതാണ്. വിജ്ഞാപനത്തിൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഗ്മെൻ്റാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിലും അതുപോലെ ടെലഗ്രാം ചാനലിലുമായിട്ട് ധാരാളം പേര് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ചോദിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ. ആയതുമായി ബന്ധപ്പെട്ടൊരു സംശയ നിവാരണവും അതുപോലെ ഏതൊക്കെ പരീക്ഷകൾക്ക് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം തുടങ്ങിയ A to Z കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വകുപ്പ് തല പരീക്ഷയെ പറ്റിയിട്ട് കൂടുതൽ അറിയാനായിട്ട് ഈ വീഡിയോ സഹായകരമാകുമെന്ന് കരുതുന്നു. വീഡിയോ മുഴുവനായിട്ട് കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം. കേരള സംസ്ഥാന സർവീസിൽ ഉള്ളവർക്ക് മാത്രമായിട്ട് ഡിപ്പാർട്ട്മെൻ്റ് ടെസ്റ്റ് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാത്തവരിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണെന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ ഡിപ്പാർട്ട്മെൻ്റ് ടെസ്റ്റിൻ്റെ PDF കൊടുത്തിട്ടുണ്ട്. വിജ്ഞാപനത്തിൽ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിനർത്ഥം നമ്മളിപ്പോൾ റെയിൽവേയിലെങ്ങാനും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ബാങ്കുകളിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലൊക്കെ അവർക്ക് ഈ കേരള PSCയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പരീക്ഷകൾക്ക് അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സംസ്ഥാന സർവീസിലുള്ളവർക്ക് മാത്രമായിട്ട് ഇത് നിജപ്പെടുത്തിയിരിക്കുകയാണ്. വിവിധ സർക്കാർ വകുപ്പുകൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, യൂണിവേഴ്സിറ്റികൾ എന്നിവിടങ്ങളിലെ ലാസ്റ്റ് ഗ്രേഡ് ഒഴികെയുള്ള ജീവനക്കാർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ബാധകമാണ്. ഇതിനർത്ഥം ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ പരീക്ഷ എഴുതേണ്ട എന്നതല്ല, അവർ നിർബന്ധമായിട്ടും പരീക്ഷ എഴുതേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പിന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിന് അപേക്ഷിക്കാനായിട്ട് ഇത്ര തവണ മാത്രം അപേക്ഷിക്കാവൂ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും അപേക്ഷിക്കാം. അതുപോലെ തന്നെ സർവീസിൽ ഇപ്പോൾ ഇന്ന് പ്രവേശിച്ച ഒരാൾക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പരീക്ഷയ്ക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്രയും കാലം സർവീസ് ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയൊന്നുമില്ല. പ്രൊബേഷൻ പൂർത്തീകരിക്കണമെന്നോ 1 വർഷം 2 വർഷം സേവനത്തിൽ കഴിഞ്ഞിരിക്കണമെന്നോ ഒന്നും തന്നെയില്ല. നമ്മൾ എന്നാണ് സർവീസിൽ കയറിയത് ആ നിമിഷം മുതൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി എന്തുകൊണ്ട് ഈ പരീക്ഷ എഴുതണം എന്ന് നോക്കാം. പ്രൊബേഷൻ, സീനിയോറിറ്റി, പ്രമോഷൻ എന്നിവയെ നേരിട്ട് ബാധിക്കുന്നതിനാൽ വകുപ്പുതല പരീക്ഷകൾ സമയബന്ധിതമായിട്ട് വിജയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പുതുതായിട്ട് സേവനത്തിൽ പ്രവേശിച്ചവരെ ഇക്കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദ്യോഗക്കയറ്റം എന്നതിന് പുറമെ വകുപ്പുതല പരീക്ഷകൾ ലക്ഷ്യം വയ്ക്കുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ തങ്ങളുടെ ദൈനംദിന വ്യവഹാരങ്ങളുടെ ഭാഗമായിട്ട് ഉദ്യോഗ സംബന്ധമായതും അതുപോലെ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടതുമായ പല കാര്യങ്ങളിലും ഉചിതമായ തീരുമാനങ്ങൾ സമയബന്ധിതമായി കൈക്കൊള്ളുന്നതിനുള്ള സാമാന്യ അറിവ് നേടുക എന്നതിലുമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു LD ക്ലർക്കായിട്ട് സേവനത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിനൊരു സീനിയർ ക്ലർക്ക്, ഹെഡ് ക്ലർക്ക്, ജൂനിയർ സൂപ്രണ്ട്, സീനിയർ സൂപ്രണ്ട് എന്നിങ്ങനെ ഉയരാനായിട്ട് അവസരമുണ്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം പ്രൊബേഷൻ പൂർത്തിയാക്കണം. അപ്പോൾ പ്രൊബേഷൻ എന്ന് പറയുന്നത് 2 കൊല്ലത്തിനുള്ളിൽ നമ്മൾ MOP എന്ന പരീക്ഷ പാസ്സാവേണ്ടതുണ്ട്. അതേപോലെ അക്കൗണ്ടൻസി ലോവർ പാസ്സായാൽ മാത്രമാണ് തുടർന്ന് അദ്ദേഹത്തിന് പ്രൊമോഷനൊക്കെ ലഭിക്കുന്നത്. ഈ MOP എക്സാം പാസ്സായില്ല എങ്കിൽ ഒരു ക്ലർക്കിന് ഒരു ഇൻക്രിമെൻറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. തുടർന്ന് ഒരു ഇൻക്രിമെൻറ്റുകൾ എന്തെങ്കിലും ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവർ MOP എക്സാം പാസ്സായിട്ട് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ട് തസ്തികയിൽ കയറുന്നവർക്കുള്ള പ്രൊമോഷൻ ഹൈറാർക്കിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് വകുപ്പുതല പരീക്ഷകളിലൂടെ യഥാസമയത്തുള്ള വിജയം ഈ ഉന്നത തസ്തികകളിലേക്കുള്ള ചവിട്ടുപടികളാണ്. അതായത് ഇപ്പോൾ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ഒരു അസിസ്റ്റൻ്റായിട്ട് നിയമിതനാകുന്നൊരു ജീവനക്കാരന് സീനിയർ ഗ്രേഡ് അസിസ്റ്റൻ്റ്, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, സെക്ഷൻ ഓഫീസർ ഹയർ ഗ്രേഡ്, അണ്ടർ സെക്രട്ടറി ഹയർ ഗ്രേഡ്, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി തുടങ്ങിയ പദവികളിലൊക്കെ ഉയരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ സഫലമാവണമെന്നുണ്ടെങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ട് ജോലി പ്രവേശിക്കുന്ന വ്യക്തി 2 വർഷത്തിലൊരിക്കൽ സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ എന്ന പരീക്ഷ പാസ്സാവേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് തുടർന്നുള്ള ഇൻക്രിമെൻറ്റുകളൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുകയുള്ളൂ. തുടർന്ന് എന്തെങ്കിലും രീതിയിലൊരു പ്രൊമോഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസി ലോവർ നിർബന്ധമായിട്ട് പാസ്സാകണം.
ഇനിയിപ്പോൾ അവർ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വകുപ്പിലെ ജീവനക്കാരനാണെങ്കിൽ അക്കൗണ്ടൻസി ഹയർ നിർബന്ധമായിട്ട് പാസ്സാകണം പ്രൊമോഷനൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം പ്രൊമോഷനൊക്കെ ലഭിക്കാനായിട്ട് സമയബന്ധിതമായിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് എക്സാം പാസ്സാവേണ്ടതുണ്ട്. ഇതിപ്പോൾ ഒരു LD ക്ലർക്കിന് മാത്രമാണ് ഈ LD ക്ലർക്കിൻ്റെ MOP അതുപോലെ അക്കൗണ്ടൻസി ലോവർ എഴുതാനൊന്നുമില്ല. ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന് വേണമെങ്കിൽ സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവലോ അക്കൗണ്ടൻസി ലോവറോ MOP ഒക്കെ എഴുതാവുന്നതാണ്. പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, സർവീസിൽ കയറിയിട്ട് എത്ര കാലം കൊണ്ട് ഈ വകുപ്പ് തല പരീക്ഷകൾ എഴുതിയെടുക്കണം എന്നുള്ളത്. സർവീസിൽ കയറിയിട്ട് 1 വർഷം കൊണ്ടാണോ 2 വർഷം കൊണ്ടാണോ ഈ പരീക്ഷയൊക്കെ എഴുതിയെടുക്കേണ്ടത് എന്നുള്ള ഡൗട്ട്സ് എല്ലാവരും ചോദിക്കാറുണ്ട്. എന്ത് തന്നെയായാലും സർവീസിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാനായിട്ട് ഒരു LD ക്ലർക്ക് ആണെങ്കിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാനായിട്ട് മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ പരീക്ഷ എന്തായാലും പാസ്സാവേണ്ടതുണ്ട്. അപ്പോൾ ആ പരീക്ഷ നിങ്ങൾ പാസ്സായിട്ടില്ല എങ്കിൽ പ്രൊബേഷൻ നീണ്ടുപോകും. ഒരു ഇൻക്രിമെൻറ്റ് മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നത്തെ ഇൻക്രിമെൻ്റ് ഒക്കെ ലഭിക്കുന്നതിന് MOP പാസ്സാവേണ്ടതുണ്ട്. പിന്നെ തുടർന്ന് വരുന്ന എല്ലാ പ്രൊമോഷനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് പാസ്സാവേണ്ടത് അക്കൗണ്ടൻസി ലോവർ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ എന്നാണ് ഈ അക്കൗണ്ടൻസി ലോവർ പാസ്സാകുന്നത് അന്ന് മാത്രമേ നിങ്ങൾക്ക് ഈ പ്രൊമോഷനൊക്കെ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ അത് പാസ്സായില്ലെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സ് എല്ലാവരും അത് പാസ്സായിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് മേലെ വരും. അപ്പോൾ പിന്നീട് അവർ നിങ്ങളുടെ സീനിയറായിട്ട് മാറും. അതേ അവസ്ഥ തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി പ്രവേശിക്കുന്നവർക്ക്. അവർക്കും ഈ അക്കൗണ്ടൻസി ലോവർ സമയത്തിന് പാസ്സായില്ല എങ്കിൽ തുടർന്നുള്ള എല്ലാ പ്രൊമോഷനും അവർ പരിഗണിക്കുന്നതല്ല. മാത്രമല്ല നിങ്ങൾ സർവീസിൽ ഒരിക്കൽ മാത്രം ഈ അക്കൗണ്ടൻസി ലോവർ പാസ്സായാൽ മതി. ഇപ്പോൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലും അക്കൗണ്ടൻസി ലോവർ പ്രൊമോഷനായിട്ട് പരിഗണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഴയ ഡിപ്പാർട്ട്മെൻറ്റിൽ അക്കൗണ്ടൻസി ലോവർ പാസ്സായിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതിയാകും. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അക്കൗണ്ടൻസി ലോവർ പരിഗണിക്കുന്നതാണ്. അപ്പോൾ എത്രയും വേഗം തന്നെ ഈ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട പേപ്പറുകളും പ്രൊബേഷൻ പൂർത്തീകരിക്കേണ്ട പേപ്പറുകളും എത്രയും വേഗം പാസ്സാവുക. അപ്പോൾ അത്രയും വേഗം നിങ്ങൾക്ക് പ്രൊമോഷൻ ചാൻസുകളെല്ലാം കൂടുന്നതായിരിക്കും. സേവനത്തിലെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് പ്രൊമോഷൻ കിട്ടി പോകാനും അതുവഴി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അത് ചോദിക്കുന്ന ഡൗട്ടാണ്, പരീക്ഷ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ ഇല്ലെന്നുള്ള കാര്യം. അപ്പോൾ അത് വിജ്ഞാപനത്തിൽ കൊടുത്തിട്ടുണ്ട്. OMR ഓൺലൈനായിട്ട് നടക്കുന്ന വകുപ്പ് തല പരീക്ഷയുടെ ചോദ്യപേപ്പറുകളിലെ ഇംഗ്ലീഷിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മലയാള പരിഭാഷ കൂടി ഉൾപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ലഭിക്കുന്ന ചോദ്യങ്ങൾക്കും ഓപ്ഷൻസിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടായിരിക്കും. അപ്പോൾ അത് മലയാളം കിട്ടാനായിട്ട് നമ്മൾ അപേക്ഷിക്കുന്ന ടൈമിൽ ഒന്നും ചെയ്യേണ്ടതില്ല. അപേക്ഷിക്കുമ്പോൾ ലാംഗ്വേജ് ഇംഗ്ലീഷായിട്ടായിരിക്കും എടുക്കുക. അപ്പോൾ ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ ഇംഗ്ലീഷും മലയാളത്തിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ് പരീക്ഷയുടെ രീതി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് ഓൺലൈൻ OMR രീതിയിലാണ് PSC പരീക്ഷ നടത്തുന്നത്. ഓരോ പേപ്പറിൻ്റെയും പരമാവധി മാർക്ക് 100 വിജയിക്കുന്നതിനുള്ള മിനിമം മാർക്ക് 40%. നെഗറ്റീവ് മാർക്ക് ബാധകമാണ്. അതായത് ഓരോ ശരിയുത്തരത്തിനും 1 മാർക്ക് ലഭിക്കുകയും ഓരോ തെറ്റുത്തരത്തിനും 1/3 മാർക്ക് നഷ്ടമാവുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വിത്തൗട്ട് ബുക്ക് വിത്ത് ബുക്ക് എന്ന കൺസെപ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് നമുക്ക് പുസ്തകം നോക്കി വേണമെങ്കിലും ഉത്തരം എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ഓൺലൈൻ OMR പരീക്ഷ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അക്കൗണ്ടൻസി ലോവറും അക്കൗണ്ടൻസി ഹയറും MOPയും പ്രധാനമായിട്ട് അവർ OMR പരീക്ഷയിൽ നടത്തുന്ന പേപ്പറുകളാണ്. ബാക്കി മിക്ക എക്സാമും ഓൺലൈൻ രീതിയിലായിരിക്കും നടക്കുക. അപ്പോൾ ഈ ഓൺലൈൻ എക്സാമിന് നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ പരിജ്ഞാനമൊന്നും വേണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് 4 ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റേതായ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആ എക്സാം സെൻറ്ററിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ആശങ്കയൊന്നും വേണ്ട. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വിജയിച്ചാൽ മാത്രം മതി. 40% മാർക്ക് മാത്രം നമുക്ക് വിജയിക്കാനായിട്ട് മതിയാകും. അതായത് ഇത് റാങ്ക് മേക്കിംഗ് കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. എങ്ങനെയെങ്കിലും കയറി കൂടുക എന്നത് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം എഴുതുക. നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പരീക്ഷയ്ക്ക് 40% മേലെ എത്ര മാർക്ക് കിട്ടിയാൽ പോലും നമ്മുടെ ആ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൽ ആ മാർക്കൊന്നും അടയാളപ്പെടുത്തുന്നില്ല. നമ്മൾ ജസ്റ്റ് ജയിച്ചോ തോറ്റോ എന്ന് മാത്രമാണ് സർട്ടിഫിക്കറ്റിലുള്ളത്. എക്സ്ട്രാ മാർക്ക് കൂടുതൽ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് യാതൊരു ക്രെഡിറ്റ് ഒന്നും ഫീസ് നമുക്ക് തരാനായിട്ട് പോകുന്നില്ല. എങ്ങനെയെങ്കിലും എക്സാം പാസ്സായിട്ട് ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭ്യമാക്കണം. അക്കൗണ്ടൻസി ലോവറിൻ്റെ ആണെങ്കിൽ ലോവറിൻ്റെ, ഹയറിൻ്റെ ആണെങ്കിൽ ഹയറിൻ്റെ കറസ്പോണ്ടിങ് പേപ്പർ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം. അത്രേ നമ്മുടെ ആവശ്യമുള്ളൂ. അപ്പോൾ എത്രയും വേഗം പാസ്സാവാനായിട്ട് നോക്കുക. പിന്നെ വിത്ത് ബുക്ക് വിത്തൗട്ട് ബുക്ക് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അപ്പിയർ ചെയ്യാൻ പോകുന്ന ആ സ്പെസിഫിക് സബ്ജക്റ്റിൻ്റെ സിലബസ് പ്രോസ്പെക്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വിത്ത് ബുക്സ് ഏതൊക്കെയാണ് വിത്തൗട്ട് ബുക്സ് ഏതൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഈ വിത്ത് ബുക്ക് എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് പുസ്തകം കൊണ്ടുപോകാമെന്നുണ്ടെങ്കിലും ആ പുസ്തകത്തിൽ എവിടെയാണ് ഉത്തരം കിടക്കുന്നത് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നല്ല പ്രാക്ടീസ് തന്നെ വേണം. കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യണം. കൂടുതൽ കൺസെപ്റ്റ് ക്ലാരിറ്റി ഒക്കെ ഉണ്ടായിരിക്കണം.
ഇൻഡെക്സ് നോക്കിയിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് ഉത്തരത്തിൽ എത്തുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നിരന്തര പ്രാക്ടീസിലൂടെ മാത്രമാണ് സാധ്യമാകുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വളരെ കോമൺ ആയിട്ട് ചോദിച്ച ഡൗട്ടാണ് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. സംസ്ഥാന സർക്കാർ ജീവനക്കാരനായിരിക്കണം എന്ന കാര്യം മാത്രമാണ് കേരള PSC ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനാകാം, അല്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസർ ആകാം. ആർക്ക് വേണമെങ്കിലും കേരള സർക്കാർ ജീവനക്കാരനാണെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി കാര്യമല്ല. അതായത് അവർക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാനായിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റും പാസ്സാവണമെന്നില്ല. ഒരു വർഷത്തിനുള്ളിൽ അവർക്ക് പ്രൊബേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. പക്ഷെ അവർ ഒരു ബൈ ട്രാൻസ്ഫർ വഴി ഒരു ക്ലർക്ക് തസ്തിക ലക്ഷ്യം വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയറും അക്കൗണ്ട് ടെസ്റ്റ് ലോവറും പാസ്സാവേണ്ടതുണ്ട്. അപ്പോൾ ഈ ബൈ ട്രാൻസ്ഫർ നിയമനമൊക്കെ വരികയാണെങ്കിൽ ഈ MOP പാസ്സായവർക്കും അക്കൗണ്ട് ടെസ്റ്റ് ലോവർ പാസ്സായവർക്കും ചിലപ്പോൾ മുൻഗണന കിട്ടിയേക്കാം. അതുപോലെ നിങ്ങൾക്കിപ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വകുപ്പുതല പരീക്ഷകൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു BTech ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഒരു BTech സിവിൽ എഞ്ചിനീയറിംഗോ അങ്ങനെ എന്തെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ PWD ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ PWD മാനുവലോ PWD കോഡോ PWD അക്കൗണ്ട് കോഡിനോ ഒക്കെ അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടുതൽ ഉയരത്തിൽ എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ, അതായത് റവന്യൂ ടെസ്റ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഓഫീസ് മാനുവൽ തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള തസ്തികകൾ നിങ്ങൾ അപേക്ഷിക്കുക. നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ കൂടുതൽ ഉയരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വകുപ്പത്തിലെ പരീക്ഷകൾക്കെല്ലാം അപേക്ഷിക്കാനും അപ്പിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്ത് തന്നെയായാലും ഒരു ക്ലർക്കായിട്ടാണ് നിങ്ങൾക്കൊരു പ്രൊമോഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ MOPയും അക്കൗണ്ട് ലോവറും അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഡൗട്ടാണ് പരീക്ഷയ്ക്ക് ഫീസ് ഉണ്ടോ, ഫ്രീ ചാൻസ് കിട്ടുമെന്നുള്ള കാര്യം. അപ്പോൾ ഓരോ പേപ്പറിനും 160 രൂപ എന്ന നിരക്കിൽ പരീക്ഷാ ഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളതാണ്. ഈ അടിസ്ഥാനത്തിൽ എത്ര പേപ്പറിലുണ്ടെന്ന് കണക്കാക്കിയിട്ട് മുഴുവൻ പരീക്ഷാ ഫീസും കൊടുക്കേണ്ടതാണ്. അതുപോലെ വകുപ്പുതല പരീക്ഷയ്ക്ക് ഒരു സർട്ടിഫിക്കറ്റിന് 210 രൂപ എന്ന നിരക്കിൽ സർട്ടിഫിക്കറ്റ് ഫീസായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ MOP പരീക്ഷയ്ക്ക് അപേക്ഷിച്ച ഒരാൾക്ക് MOPയുടെ പരീക്ഷാ ഫീസായിട്ട് 160 രൂപയും MOPയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഫീസായിട്ട് 210 രൂപ അടയ്ക്കേണ്ടതുണ്ട്. അതുപോലെ അക്കൗണ്ട് ടെസ്റ്റ് ലോവറിന് അപേക്ഷിച്ച ഒരാൾക്ക് അപ്പോൾ ഓരോ പേപ്പറിനും അക്കൗണ്ട് ടെസ്റ്റ് ലോവർ എന്ന് പറഞ്ഞാൽ 4 പേപ്പറുണ്ട്. അപ്പോൾ ഓരോ പേപ്പറിനും 160 രൂപ നിരക്കില്ല. അപ്പോൾ 160 × 4 പ്ലസ് ആ സർട്ടിഫിക്കറ്റിൻ്റെ ഫീസായിട്ടുള്ള 210 രൂപ കൂടി അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയാണ് പരീക്ഷയുടെ ഫീസൊക്കെ അടയ്ക്കേണ്ടത്. ഓൺലൈൻ മുഖേനയാണ് അടയ്ക്കേണ്ടത്. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രീ ചാൻസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു വകുപ്പുതല പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ വകുപ്പുതല പരീക്ഷ ഒരു നിർബന്ധിത വകുപ്പുതല പരീക്ഷയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വകുപ്പിന് കീഴിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെയായാലും ഫ്രീ ചാൻസിന് അർഹതയുണ്ട്. അതായത് ഇപ്പോൾ ഒരു പഞ്ചായത്തിലെ LD ക്ലർക്കായിട്ട് സേവനത്തിൽ പ്രവേശിച്ചൊരു വ്യക്തിക്ക് അവരാദ്യമായിട്ടാണ് വകുപ്പുതല പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്തിട്ട് അപേക്ഷിക്കുന്നതെങ്കിൽ അവർക്ക് എന്ത് തന്നെയായാലും ഫ്രീ ചാൻസ് ഉണ്ട്. കാരണം അവർ ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്തത്. അവർ പഞ്ചായത്ത് എന്ന ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫ്രീ ചാൻസ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ ഒരു പ്രാവശ്യം ഫ്രീ ചാൻസ് എടുത്തിട്ട് നിങ്ങൾ ആ പരീക്ഷയ്ക്ക് ആബ്സെൻ്റ് ആയി എന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വീണ്ടും 160 രൂപ പൈസ കെട്ടിയിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഫ്രീ ചാൻസിൽ ഈ സർട്ടിഫിക്കറ്റ് ഫീസ് എന്ത് തന്നെയായാലും 210 രൂപ അടയ്ക്കേണ്ടതാണ്. ഈ പരീക്ഷാ ഫീസ് മാത്രം ഈ 160 രൂപയ്ക്ക് മാത്രമാണ് ഇളവുള്ളത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം മാത്രമാണ് നിങ്ങൾക്ക് ഫ്രീ ചാൻസിന് അർഹത ഉണ്ടാവുക. അതിപ്പോൾ എക്സാം എഴുതിയാലില്ലെങ്കിലും ആ ഫ്രീ ചാൻസ് കഴിയും. അടുത്ത പ്രാവശ്യം തൊട്ട് എക്സാം എങ്ങാനും ഫെയിൽ ആയി കഴിഞ്ഞാൽ വീണ്ടും നെക്സ്റ്റ് ടൈം ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ പേപ്പറിനും 160 രൂപ നിരക്കിൽ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടതാണ്. സർട്ടിഫിക്കറ്റ് ഫീസ് ഒരു പ്രാവശ്യം മാത്രം അടച്ചാൽ മതിയാകും. നിങ്ങളിപ്പോൾ പരീക്ഷ ഫെയിലായാലും ജയിച്ചാലും സർട്ടിഫിക്കറ്റ് ഫീസ് 210 രൂപ ഒരു പ്രാവശ്യം അടച്ചാൽ മതി. പിന്നെ ഓരോ പേപ്പറും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീസ് ഫ്രീ ചാൻസ് ഇല്ല എങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. നെക്സ്റ്റ് ചോദിക്കുന്ന ഡൗട്ടാണ് പരീക്ഷ നിർബന്ധമല്ലാത്ത പോലെ സർക്കാർ ജീവനക്കാരുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ അതവർ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, ആരോഗ്യ വകുപ്പിലെയും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെയും സ്റ്റാഫ് നേഴ്സ്, ഹെഡ് നേഴ്സ് എന്നീ തസ്തികകളിൽ ജോലി നോക്കുന്നവർക്ക് വകുപ്പുതല പരീക്ഷ നിർബന്ധമല്ലാത്തതിനാൽ ഫീസ് സൗജന്യത്തിന് അർഹത ഉണ്ടായിരിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇവർക്ക് ആർക്കും ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാനൊന്നും ഒരു വകുപ്പുതല പരീക്ഷ ഒന്നും നിർബന്ധമില്ല. അപ്പോൾ അവർക്ക്
എന്ത് തന്നെ ആയാലും അവർ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഫീസ് അടച്ചിട്ട് വേണം എക്സാമിന് അപ്ലൈ ചെയ്യാനെന്ന കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ടീച്ചർമാരൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അവർക്കിപ്പോൾ പ്രിൻസിപ്പൾമാരായിട്ട് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററോ ഹെഡ് മിസ്ട്രസോ ഒക്കെ ആയിട്ട് പ്രൊമോഷൻ അർഹിക്കുന്നുണ്ടെങ്കിൽ അവർ KER പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ അക്കൗണ്ട് ടെസ്റ്റിൽ ഓവറും ഒക്കെ പാസ്സാവേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവർ ഫീസ് അടച്ച് തന്നെ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ആരോഗ്യവകുപ്പിൽ ജീവനക്കാർക്കൊന്നും ഇത് നിർബന്ധമില്ലാത്തതിനാൽ ഫീസ് സൗകര്യത്തിന് അർഹത ഉണ്ടായിരിക്കില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ വകുപ്പത്തിലെ പരീക്ഷ നിർബന്ധമല്ലാത്ത ജീവനക്കാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഗ്രേഡ് സർവീസിൽ പ്രവേശിച്ച ജീവനക്കാർക്ക് നിർബന്ധമല്ല. അതുപോലെ LD ടൈപ്പിസ്റ്റ് തസ്തികയിലുള്ളവർക്ക് നിർബന്ധമല്ല. അതുപോലെ ഓവർസിയർ ആയിട്ട് കയറിയവർക്ക് അതിന് നിർബന്ധമില്ല. അവർക്ക് എന്തെങ്കിലും പ്രൊബേഷൻ പൂർത്തീകരിക്കാനൊന്നും ഈ വകുപ്പത്തിലെ പരീക്ഷയുടെ ആവശ്യം നിർബന്ധമല്ല. അതുപോലെ ലാബ് അസിസ്റ്റൻ്റ് ആയിട്ട് സേവനത്തിൽ പ്രവേശിച്ചവർക്കൊന്നും ഈ ഒരു പ്രവേശനം പൂർത്തീകരിക്കാനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു നിബന്ധന ഇല്ലാത്തതാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. പക്ഷേ ഈ കൂട്ടർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വകുപ്പുകളിലെ ഉയർന്ന തസ്തികകളിലേക്കായിട്ട് വകുപ്പത്തിലെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരീക്ഷകൾക്കെല്ലാം കൂടി അപേക്ഷിക്കാവുന്നതാണ്. എന്ത് തന്നെയായാലും പ്രൊബേഷൻ പൂർത്തീകരിക്കുന്നതിനായിട്ട് ഒരു പ്രത്യേക വകുപ്പ് തല പരീക്ഷ നിർബന്ധമില്ല എന്ന കാര്യം മാത്രമേ ഉള്ളൂ. പറ്റാവുന്ന വകുപ്പ് തല പരീക്ഷകളെല്ലാം അവരവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ച് എല്ലാവരും അപേക്ഷിക്കേണ്ടതാണ്. ഇനി ഏതൊക്കെ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യണം, അതിൻ്റെ സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സംസ്ഥാന സർക്കാർ ജീവനക്കാരിൽ അതിപ്പോൾ ഒരു ക്ലർക്കൽ തസ്തികയിലുള്ളവരാണെങ്കിലും ഒരു ഗസറ്റഡ് തസ്തികയിലുള്ളവരാണെങ്കിലും അവർ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യേണ്ട പരീക്ഷയാണ് അക്കൗണ്ട് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയാണ് അക്കൗണ്ട് ടെസ്റ്റ് ലോവർ എന്ന് പറയുന്നത്. അതിന് 4 പേപ്പറാണ് ഉള്ളത്. കേരള സർവീസ് റൂൾസ് അത് വിത്ത് ബുക്കാണ്. ഈ പുസ്തകം പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. 2 വോള്യൂംസ് ഉണ്ട് കേരള സർവീസ് റൂൾസിന്, വോള്യൂം 1 ആൻഡ് വോള്യൂം 2. കേരള ഫിനാൻഷ്യൽ കോഡ് വോള്യൂം 1 ആൻഡ് 2 ആൻഡ് കേരള ബജറ്റ് മാനുവൽ ഇതും വിത്ത് ബുക്കാണ്. കേരള അക്കൗണ്ട് കോഡ് വോള്യൂം 1 വിത്ത് ബുക്കാണ്. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഇത് വിത്തൗട്ട് ബുക്കാണ്. അതുപോലെ കേരള ട്രഷറി കോഡ് വോള്യൂം 1 ആൻഡ് 2 ഉണ്ട്. കേരള അക്കൗണ്ട് കോഡ് വോള്യൂം 2 ഉണ്ട്. ഇത് വിത്ത് ബുക്കാണ്. അങ്ങനെ 4 പേപ്പറാണ് മൊത്തം അക്കൗണ്ട് ടെസ്റ്റ് ലോവർ എഴുതിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് വിത്തൗട്ട് ബുക്കാണ്. അതേപോലെ അക്കൗണ്ട് ടെസ്റ്റ് ഹയർ എന്ന് പറഞ്ഞൊരു വേറൊരു വിഭാഗമുണ്ട്. അത് വേറൊരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആണ്. അതിലും ഇതുപോലെ 4 പേപ്പറുകളാണുള്ളത്. കേരള ഫിനാൻഷ്യൽ കോഡ്, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്, കേരള ട്രഷറി കോഡ്, KSR എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ അക്കൗണ്ട് ടെസ്റ്റ് ലോവറിനും അക്കൗണ്ട് ടെസ്റ്റ് ഹയറിനും ഒരേ സബ്ജക്ട്സ് തന്നെയാണ് ഉള്ളത്. ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിൻ്റെ കൂടെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബെയർ ആക്ട് എന്ന് പറഞ്ഞ വിത്ത് ബുക്സ് ഉണ്ട്. ആ ഒരു സബ്ജക്റ്റ് ആ ഒരു പേപ്പർ മാത്രമാണ് എക്സ്ട്രാ സിലബസിലായിട്ടുള്ളത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിൻ്റെ ഹയറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് മാത്രമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഈ ഹയർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ലോക്കൽ ഫണ്ട് ഓഡിറ്റുകാർ നിർബന്ധമായിട്ട് പാസ്സാകേണ്ട ഒരു സബ്ജക്റ്റ് ആണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഈ അക്കൗണ്ട് ടെസ്റ്റ് ലോവറിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് തന്നെ ആയാലും അക്കൗണ്ട് ടെസ്റ്റ് ഹയറിനും കൂടി അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ അക്കൗണ്ട് ടെസ്റ്റ് ലോവറും അക്കൗണ്ട് ടെസ്റ്റ് ഹയറും ഒരുമിച്ച് എഴുതുന്നതുകൊണ്ട് ചില നേട്ടങ്ങളുണ്ട്. ഈ ഹയർ പേപ്പറുകളല്ലാതും തന്നെ ലോവർ പേപ്പറുകൾക്ക് തുല്യമായിട്ട് പരിഗണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ലോവർ പേപ്പറുകളിൽ ഏതെങ്കിലും ഒരു പേപ്പർ നമുക്ക് വിജയിക്കാനായില്ല എങ്കിൽ ആ തത്തുല്യമായ പേപ്പർ ഹയറിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോവറിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾ അക്കൗണ്ട് ടെസ്റ്റ് ലോവറിൽ സപ്പോസ് കേരള സർവീസ് റൂൾസ് പാസ്സായി, കേരള ഫിനാൻഷ്യൽ കോഡ് പാസ്സായി, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് പാസ്സായി, പക്ഷേ കേരള ട്രഷറി കോഡ് ഫെയിൽ ആയെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ട് അക്കൗണ്ട് ടെസ്റ്റ് ഹയറിൽ കേരള ട്രഷറി കോഡ് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ടെസ്റ്റ് ലോവറിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രൊമോഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എന്ത് തന്നെ ആയാലും അക്കൗണ്ട് ടെസ്റ്റ് ലോവറാണ് ഭൂരിഭാഗം കേസുകളിൽ പരിഗണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ലോവറും ഹയറും ഒരുമിച്ച് എഴുതാനുള്ള പ്രധാനമുള്ള ഗുണം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ 2 എക്സാമിനും കൂടി അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഈ കേരള സർവീസ് റൂൾസിന് മറ്റ് പരീക്ഷകളെ അപേക്ഷിച്ച് 2 മണിക്കൂറായിരിക്കും പരീക്ഷാ ദൈർഘ്യം. കാരണം ചില പ്രോബ്ലംസൊക്കെ കണ്ടുപിടിക്കാനായിട്ട് KSR ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ലോവറിലും ഹയറിനും തമ്മിൽ അങ്ങനെ ഇപ്പോൾ ഒരു പേരിന് മാത്രമുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു സാങ്കല്പികമാണ്. അതായത് ഹയർ പരീക്ഷ ചിലപ്പോൾ ടഫാകും എന്നൊരു സങ്കല്പം മാത്രമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ടഫാവണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. പല കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് ചില സമയങ്ങളിലൊക്കെ ലോവറാണ് ഹയറിനേക്കാളും ടഫായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് പേരിൽ മാത്രമേ ഉള്ളൂ ഈ ലോവർ ഹയർ എന്നുള്ളത്. ഇതിൻ്റെ സിലബസും പഠിക്കേണ്ട പുസ്തകങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ലോവറിന് ഹയറിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഹയർ ടഫ് ആവണമെന്നൊന്നും യാതൊരു നിർബന്ധമൊന്നുമില്ല. അപ്പോൾ
അപ്പോൾ അത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. KSR പരീക്ഷയ്ക്കാണ് 2 മണിക്കൂർ സമയദൈർഘ്യം ഉള്ളത്. ബാക്കി എല്ലാ പരീക്ഷകൾക്കും സമയം 1.5 മണിക്കൂറായിരിക്കും. അതുപോലെ മെഡിക്കൽ ഓഫീസർ പോലുള്ള ഗസറ്റഡ് തസ്തികയിൽ ഇരിക്കുന്നവർക്ക് അക്കൗണ്ടൻസ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് അതിൽ കേരള സർവീസ് റൂൾസും കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ എക്സാമിൻ്റെ പേപ്പറുകളാണ് മെയിനായിട്ട് അതിലുള്ളത്. അപ്പോൾ അവർ ഈ അക്കൗണ്ടൻസ് ലോവറിൻ്റെ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് പ്രൊമോഷന് വേണ്ടി ഒന്നും പരിഗണിക്കില്ല. അത് അവർ അക്കൗണ്ടൻസ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ ടെസ്റ്റ് തന്നെ എഴുതി പാസ്സാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അക്കൗണ്ടൻസ് പോലെ തന്നെ ഓരോ വകുപ്പിലെയും കോമൺ ആയിട്ട് എഴുതേണ്ട ടെസ്റ്റുകളെ പരിചയപ്പെടാം. ഒരു LD ക്ലർക്കായിട്ട് സേവനത്തിൽ പ്രവേശിച്ച വ്യക്തി എന്ത് തന്നെയായാലും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാനായിട്ട് എഴുതേണ്ട പരീക്ഷയാണ് മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്, MOP. അതുപോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർ എഴുതേണ്ട പേപ്പറാണ് കേരള എഡ്യൂക്കേഷൻ ആക്ട്സ് ആൻഡ് റൂൾസ്, KER എന്ന് പറയുന്നത്. ഇപ്പോൾ അധ്യാപകർക്ക് ഒരു പ്രിൻസിപ്പൾമാരാവാനോ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററോ ഹെഡ് മിസ്ട്രസോ ഒക്കെ ആവാൻ വേണ്ടിയിട്ട് KER പരീക്ഷ വിജയിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് സേവനത്തിൽ പ്രവേശിച്ചവർക്ക് പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് മാനുവൽ ടെസ്റ്റ്, SOM എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊബേഷൻ പൂർത്തീകരിക്കാനായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിട്ടോ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആയിട്ടോ സേവനത്തിൽ പ്രവേശിച്ചിട്ടുള്ള വ്യക്തി SOM പരീക്ഷ പാസ്സാവേണ്ടതുണ്ട്. അതുപോലെ കേരള PSCയിൽ വർക്ക് ചെയ്യുന്നവർ എഴുതേണ്ട പേപ്പറാണ് കേരള PSC ഓഫീസ് മാനുവൽ. KSRTCയിൽ വർക്ക് ചെയ്യുന്നവർ എഴുതേണ്ട പേപ്പറാണ് KSRTC മാനുവൽ ടെസ്റ്റ്. റവന്യൂ വകുപ്പിൽ വർക്ക് ചെയ്യുന്നവർ എഴുതേണ്ട പേപ്പറാണ് ഡിസ്ട്രിക്ട് ഓഫീസ് മാനുവൽ ടെസ്റ്റ്, DOM എന്ന് പറയുന്നത്. അതുപോലെ PWDയിൽ വർക്ക് ചെയ്യുന്നവർ എഴുതേണ്ട പേപ്പറാണ് PWD മാനുവൽ ടെസ്റ്റ്. അതുപോലെ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ള പേപ്പറാണ് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് മാനുവൽ. SC ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ള പേപ്പറാണ് ഹാൻഡ് ബുക്ക് ഓഫ് SC ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ള പരീക്ഷയാണ് കനാൽ റൂൾസ് ടെസ്റ്റ്. ലീഗൽ മെട്രോളജി വകുപ്പിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ള പേപ്പറാണ് ടെസ്റ്റ് ഇൻ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്ട് ആൻഡ് റൂൾസ് എന്ന് പറയുന്നത്. പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ള പേപ്പറാണ് കേരള പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ്. ഹൗസിംഗ് ബോർഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ള പേപ്പറാണ് ഹൗസിംഗ് ബോർഡ് ആക്ട് ആൻഡ് റൂൾസ്. ഇക്കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വകുപ്പത്തല പരീക്ഷകൾ നിർബന്ധമാക്കിയിട്ടുള്ള ചില സുപ്രധാന വകുപ്പുകൾ പരിചയപ്പെടാം. പക്ഷേ PWD ആണ്, പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്. PWDയുമായി ബന്ധപ്പെട്ട ചില പേപ്പേഴ്സാണ് PWD കോഡ്, PWD അക്കൗണ്ട് കോഡ് എന്നിവ. അതേ മരാമത്ത് പണികൾ നിർബന്ധമാക്കിയിട്ടുള്ള വകുപ്പുകളെല്ലാവരും ഈ PWD പരീക്ഷയുടെ പേപ്പറുകളെല്ലാം പാസ്സാവേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ദേവസ്വം അല്ലെങ്കിൽ ഇറിഗേഷൻ വകുപ്പ് അവരെല്ലാവരും ഈ PWDയിലെ D കോഡും അക്കൗണ്ട് കോഡൊക്കെ പാസ്സാവേണ്ടതുണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ ഇപ്പോൾ KSEB ഡിപ്പാർട്ട്മെൻറ്റ് പരീക്ഷ നടത്തുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള പേപ്പറുകളാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആക്ട് 2003, കമ്പനീസ് ആക്ട് 2013 ആൻഡ് റൂൾസ് എന്ന് പറയുന്നത്. അതുപോലെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്ന് പറയുന്നത് അവർ അപ്പിയർ ചെയ്യേണ്ട പേപ്പറാണ്. അതുപോലെ എലമെൻറ്റ്സ് ഓഫ് കൊമേഴ്സ്യൽ അക്കൗണ്ട്സ് ബുക്ക് കീപ്പിംഗ് പേപ്പർ 3 എന്ന് പറഞ്ഞ വേറൊരു പേപ്പർ ഉണ്ട്. അപ്പോൾ ഇത്രയും പേപ്പറൊക്കെ KSEB ജീവനക്കാർ അപ്പിയർ ചെയ്യേണ്ട പേപ്പറുകളാണ്. അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രധാനമായിട്ട് 4 പേപ്പറുകളുണ്ട്. റവന്യൂ പേപ്പർ 1, 2, 3 അല്ലെങ്കിൽ ലാൻഡ് റവന്യൂ എന്ന് പറഞ്ഞിട്ട് 4 പേപ്പറുകളാണ് ഉള്ളത്. അതുപോലെ മുനിസിപ്പാലിറ്റിക്ക് മുനിസിപ്പൽ ടെസ്റ്റ് ഉണ്ട്. ലോക്കൽ ഫണ്ട് ഓഡിറ്റുകാർക്ക് അക്കൗണ്ട് ടെസ്റ്റ് ഹയർ ഉണ്ട്. അതുപോലെ ലോക്കൽ ഫണ്ട് ഓഡിറ്റിൻ്റെതായിട്ട് ടെസ്റ്റുകളുണ്ട്. പഞ്ചായത്തിന് പഞ്ചായത്ത് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എല്ലാം കൂടിയിട്ട് ഇപ്പോൾ 2022 LSTD എന്ന് പറഞ്ഞൊരു വകുപ്പിൽ ഏകീകൃതമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ LSTD തസ്തികയിലുള്ള ക്ലർക്കന്മാരൊക്കെ പ്രധാനമായിട്ടും ഇപ്പോൾ 27/10/22 ശേഷം സർവീസിൽ പ്രവേശിച്ച ജീവനക്കാർ MOP അക്കൗണ്ട് ടെസ്റ്റുകൾ എന്നിവയ്ക്ക് പുറമെ മുൻ വകുപ്പുകളിൽ നിലവിലുണ്ടായിരുന്ന എല്ലാ ടെസ്റ്റുകളിലേക്കും പാസ്സാവേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അവരിപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ LSTD വകുപ്പ് ജീവനക്കാർ അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഒരു പ്രത്യേക ചട്ടം LSTD ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പുറത്തിറക്കണം എന്ന് പറഞ്ഞ് പ്രപ്പോസൽ പോയിട്ടുണ്ട്. അപ്പോൾ അത് തീരുമാനമൊന്നും ആയിട്ടില്ല. അപ്പോൾ തീരുമാനം ആവണ വരെ ഇപ്പോൾ നിങ്ങൾ പണ്ട് പഞ്ചായത്തിലായിരുന്നു വർക്ക് ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പേപ്പറുകളൊക്കെ എഴുതിയെടുക്കേണ്ടതാണ്. അതുപോലെ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലായിരുന്നു നിങ്ങൾ മുമ്പ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ MOPയുടെ കൂടെ തന്നെ നിങ്ങൾ എഴുതിയെടുക്കേണ്ടതാണെന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ രജിസ്ട്രേഷൻ വകുപ്പിൽ അതിൻ്റെതായിട്ട് പരീക്ഷകളുണ്ട്. പ്രിസൺ വകുപ്പ്, ജുഡീഷ്യറി, സോഷ്യൽ ജസ്റ്റിസ്, മോട്ടോർ വെഹിക്കിൾസ്, ലേബർ, എക്സൈസ്, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, കോപ്പറേറ്റീവ്, പോലീസ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എക്സെട്ര. ഇപ്പോൾ ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും വകുപ്പ് തല പരീക്ഷകൾക്ക് അനുസരിച്ച് പ്രൊമോഷൻ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ. വകുപ്പ് തല പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് മുൻകാല വർഷ ചോദ്യപേപ്പറുകളുടെ പ്രാക്ടീസ് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അക്കൗണ്ട് ടെസ്റ്റുകളായ കേരള സർവീസ് റൂൾസിൻ്റെ 44 സെറ്റ്, കേരള ഫിനാൻഷ്യൽ കോഡ്, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്, കേരള ട്രഷറി കോഡ് എന്നിവയുടെയും മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ, കേരള എഡ്യൂക്കേഷൻ ആക്ട്സ് ആൻഡ് റൂൾസ് എന്നിവയുടെയും
അതുപോലെ കേരള PSC നടത്തുന്ന ഏത് വകുപ്പ് തല പരീക്ഷകളുടെയും മുൻകാല വർഷ ചോദ്യപേപ്പറുകളുടെ പ്രാക്ടീസ് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 1-2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം വർക്കൗട്ട് ചെയ്ത് പോയി നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. അപ്പോൾ ധാരാളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിരന്തരം വർക്കൗട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ക്ലിയർ പിക്ചർ കിട്ടുകയുള്ളൂ. ഏതൊക്കെ സബ്ജക്ട്സിൽ ഏതൊക്കെ ഭാഗത്താണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, ഏതൊക്കെ ചോദ്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ പുസ്തകം ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. അപ്പോൾ ധാരാളം ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ വർക്കൗട്ട് ചെയ്ത് തെറ്റിയ ചോദ്യങ്ങളൊക്കെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, എന്നിട്ട് അത് റിവൈസ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ മതിയാകും നമുക്കൊരു 40% മാർക്കൊക്കെ മേടിച്ച് പാസ്സാകാനായിട്ട്. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കളക്ട് ബുക്സ് ആണ്. നമ്മുടെ PSC ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ വിജ്ഞാപനത്തിൽ അവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ചില സബ്ജക്ട്സൊക്കെ വിത്ത് ബുക്കാണ്. അതിന് സിലബസിൽ അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ട് ടെസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ KSR, ഫിനാൻഷ്യൽ കോഡ് അവയൊക്കെ വിത്ത് ബുക്കാണ്. അപ്പോൾ ആ പുസ്തകങ്ങളെല്ലാതും നിങ്ങൾ നിങ്ങളുടെ കൊളീഗ്സ് ആയിട്ടോ സീനിയേഴ്സ് ആയിട്ടോ അവരുടെ കയ്യിലൊക്കെ ഉണ്ടായിരിക്കും. അവരോട് ജസ്റ്റ് ചോദിക്കുക ബുക്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക. ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിയമപുസ്തകങ്ങൾ വിൽക്കുന്ന ബുക്ക് സ്റ്റാളിൽ പോയി അന്വേഷിക്കുകയാണെങ്കിൽ മിക്കവാറും ബുക്സൊക്കെ കിട്ടാൻ വഴിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. പരമാവധി പുസ്തകം എക്സാമിന് മുമ്പ് കളക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ പുസ്തകത്തിൻ്റെ ഇൻഡെക്സ് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉത്തരത്തിലൊക്കെ എത്താവുന്നതാണ്. അപ്പോൾ നിരന്തരം ഇൻഡെക്സ് നോക്കിയിട്ട് ഉത്തരത്തിലെത്താൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് പരമാവധി ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിരന്തരം വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങളിൽ നിന്നാണ് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന കാര്യം മനസ്സിലാക്കുക. അതൊക്കെ പുസ്തകത്തിൽ ഏതൊക്കെ ഭാഗത്താണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം നിരന്തരം വായനയിലൂടെയും അതുപോലെ വർക്കൗട്ട് ചെയ്തതിലൂടെയും മാത്രമാണ് നമുക്ക് ഈ വകുപ്പ് തല പരീക്ഷകളൊക്കെ സ്വായത്തമാക്കാനായിട്ട് സാധിക്കുന്നത്. ധാരാളം ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലും ടെലഗ്രാം ചാനലും യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിലെ കമൻറ്റ് ബോക്സ് വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പോളുകളൊക്കെ വഴിയിട്ടും അല്ലെങ്കിൽ MCQ ഒക്കെ ആയിട്ടും നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇപ്പോൾ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം നടന്ന ഡിപ്പാർട്ട്മെൻറ്റ് പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളും അവിടെ കണക്റ്റഡ് ഫാക്ട്സുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും നമ്മളത് ചെയ്തിരുന്നു. അത് വളരെയധികം കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പലരും കഴിഞ്ഞ പ്രാവശ്യം ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ഒക്കെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തതിന് ശേഷം പാസ്സായി എന്ന് അറിഞ്ഞതിലൊക്കെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ ചാനലൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. വളരെ ഫ്രീ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കോച്ചിങ്ങിനായിട്ട് വളരെയധികം പണം കൊടുത്തിട്ടൊന്നും നിങ്ങൾ ചേരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് 40% മാർക്ക് മാത്രം മതി പാസ്സാകാനായിട്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ എന്ത് തന്നെ ആയാലും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇനിയും എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ട് എങ്കിൽ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറയുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്നായി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു ക്ലാസ്സിൽ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.